സുഹൃത്തുക്കളെ, ഇന്ന് എൻ്റെ യാത്ര തണ്ടങ്കലിലെ ചെമ്പ്ര കോളനിയിലേക്കായിരുന്നു. ചെമ്പ്ര കോളനിയിലേക്ക് പോകുന്ന വഴി കോൺക്രീറ്റ് ചെയ്തിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ആ റൂട്ടിലൂടെ എൻ്റെ ഓട്ടോറിക്ഷയുമായി പോകുന്നത്. നല്ല രസമാകുന്നു. അതായത് ആ തോട്ടത്തിൻ്റെ ഉള്ളിലൂടെ എങ്ങനെ കയറി പോവുക കേട്ടോ. ഇറങ്ങി വരികയാണ്, കയറി പോവില്ല. ഇറങ്ങി വരുമ്പോൾ അതിമനോഹരമായ കാഴ്ചകൾ. രണ്ട് സൈഡും പച്ചപ്പുകളാൽ നിറഞ്ഞ റബ്ബർ മരങ്ങൾ ചാഞ്ഞ് നിൽക്കുകയാണ്. ഒരു സൈഡിലൂടെ എന്ത് ചെയ്യുന്നു, ഒരു കനാൽ പാസ് ചെയ്യുന്നുണ്ട്. ആ കനാൽ കയറി കഴിഞ്ഞ ഒരു ചെറിയൊരു കയറ്റാണ്. കയറ്റത്തിൽ ചെറുതായിട്ട് എൻ്റെ മൊബൈലൊന്ന് സ്ലിപ്പായി. കാരണം വണ്ടി ഓടിച്ചിട്ടേക്ക് ഇതൊന്നും ചെയ്യാൻ പാടില്ലാണ്, കാരണം ഫുൾ അടഞ്ഞായി. പിന്നെ കയറ്റാണ് കയറി വന്നത്. നല്ല ടാറിങ് റോഡിലൂടെ ഈ വാഹനം അതിമനോഹരമായ വേഗത്തിലൂടെ കടന്നു പോകുമ്പോൾ, കാരണം എനിക്ക് വന്നിട്ട് വേണമായിരുന്നു സ്കൂൾ ട്രിപ്പ് എടുക്കാൻ. അപ്പോൾ ഞാൻ ആ പച്ചപ്പോൾ വീണ്ടും ഞാൻ ഒപ്പിയെടുത്തു. റബ്ബർ തോട്ടം സൈഡിലൂടെ ഇങ്ങനെ പോകുമ്പോൾ മനോഹരമായ ഭൂതാനം ചെമ്പറിൽ നിന്നും 1.5 കിലോമീറ്റർ മാറിയ സ്ഥലം മച്ചിക്കൈ. അങ്ങനെ ആ സ്ഥലത്തിലൂടെ എൻ്റെ വാഹനം കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡ് പ്രളയം വന്നിട്ട് ഇല്ലാതെയായിട്ടുള്ളൊരു സ്ഥലമാണ്. വലത് സൈഡ് അതാ വീണ്ടും മൊബൈൽ ക്ലീൻ പറഞ്ഞ് പോയി. സംഭവം വീണ്ടും ഞാൻ കയ്യിലെടുത്തു. സൈഡിലൂടെ ഇങ്ങനെ പോവുക കേട്ടോ. അതേമാതിരി ഇങ്ങനെ കടപ്പുറ സൈഡിലൊക്കെ നമുക്ക് ഏകദേശം കാണാൻ പറ്റും. ഈ ഭാഗങ്ങളൊക്കെ വരുമ്പം 2018 പ്രളയത്തിൽ വെള്ളം കയറി നശിവിഷയായ സ്ഥലങ്ങളാണ്. ഭൂതാനം മച്ചയ്ക്ക് ഒരു അമ്പലമുണ്ട്. അവിടേക്കൊക്കെ ഈ പൊങ്കാലിടുക അങ്ങനെയില്ല, എന്തൊരു സംഭവം ഉണ്ടല്ലോ, ബലിയിടുക, അങ്ങനെയൊക്കെ സംഭവത്തിന് ശിവരാത്രിക്കൊക്കെ ഒരു നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ അതുണ്ടോ, ഇതൊക്കെ ഈ തുരുത്താണ് കേട്ടോ. തുരുത്തിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ നല്ല പച്ചപ്പ്. തുരുത്തത് പ്രളയത്തിൽ വെള്ളം കയറി നശിച്ച സ്ഥലങ്ങൾ ആ സൈഡൊക്കെ. ഇങ്ങനെ പോകുന്ന വഴിക്ക് ഇങ്ങനെ അതിമനോഹരമായ കാഴ്ചകൾ, ഭംഗിയുള്ള സീനറികളാണ്. നല്ല രസമുണ്ട് മൊബൈലിൽ പകർത്തുമ്പോൾ. അതായത് ആദ്യമായിട്ട് ഇവിടെ കടന്നു വരുന്ന ആൾക്കാർക്കൊക്കെ അതൊരു ഭംഗി, ഒരു പ്രത്യേക അനുഭൂതി ആയിട്ട് തോന്നാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് ദൂരത്ത് നോക്കുമ്പം അവിടെ 2-3-4 കാലുകളിങ്ങനെ പാലത്തിന് വേണ്ടി ഇതിങ്ങനെ ഇഴഞ്ഞ് പെട്ടെന്ന് തീരൂല. അങ്ങനെ പണിയെടുക്കാൻ പറ്റില്ലാത്തതുകൊണ്ടായിരിക്കും നമുക്ക് അതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ. പാലത്തിൻ്റെ പണി എടുക്കാൻ PRML ഉണ്ടാവും. ആ കാണുന്ന തൂണുകളൊക്കെ യാഥാർത്ഥ്യമാകുമ്പോൾ വലിയ വലിയ വാഹനങ്ങൾ കടന്നു വരാനുള്ളൊരു സൗകര്യം PRM എന്നാണ് തോന്നുന്ന കമ്പനി ചെയ്യുന്നത്. ഈ തൂണുകളൊക്കെ വിരിഞ്ഞ് നിൽക്കുകയാണ്. എന്നാണത് പൂവണിയാന്നറിയില്ല. ഏകദേശം 5-6 മാസത്തിൻ്റെ ഉള്ളിൽ, 5-6 മാസമല്ല, 1 വർഷം കൂടി കഴിയുമ്പോൾ ഭൂതാനം അമ്പട്ടാമ്പട്ടി പാലം യാഥാർത്ഥ്യമാകുകയാണ്. അപ്പം അതൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പം അവിടെ ഇപ്പോൾ വർക്ക് എടുക്കട്ടായിരുന്നു. ലോറിയിലെന്തോ ഈസിലെന്തൊക്കെ വന്നു. ഇത് സാധാരണ പണ്ടത്തെ ആ നടപ്പാലത്തിലൂടെ കയറി വന്ന വഴിയാണ്. പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് ഇവിടെയൊക്കെ ഇതാകണ്ട ഈ വീടുകളും ഈ പള്ളീൻ്റെ സൈഡൊക്കെ പ്രളയത്തിൽ പോയതാട്ടോ. അന്ന് ഭയങ്കര 2018 അറിയാലോ, ഒരുപാട് ജീവൻ അപകരിച്ചു പോയ, ഇത് വർണ്ണിക്കാനൊന്നും പറ്റത്തില്ല. കാരണം ഒരുപാട് നിരവരായ ജനങ്ങളുടെ ജീവൻ അപകരിച്ചു കൊണ്ടുപോയതാണ്. അങ്ങനെ ആ റോഡൊക്കെ ഇങ്ങനെ കടന്ന് നമ്മൾ ഏകദേശം പോന്നു. ഞാൻ ഒരു ഷോർട്ട് വഴിയാണിത്. ഭയങ്കര കട്ടറൊക്കെയാണ്. കാരണം ഈ കട്ടർ കുറച്ച് റിസ്ക് എടുത്ത് ചാടിയാലും നമുക്ക് നല്ല റോഡുണ്ട് കേട്ടോ. ഈ കയറ്റം കയറി കഴിഞ്ഞാൽ കേട്ടോ അതിമനോഹരമായ പ്രധാനമങ്ങാടി ടൗൺ സിറ്റിയുടെ ഇങ്ങനെ കടന്ന് പോകുകയാണ്. നല്ല മഴയാണ് കേട്ടോ, നല്ല മഴ. ഇതിലെങ്ങനെ നേരിട്ടാണ് പോവുകയാണെങ്കിൽ അത് പനങ്കയത്തെത്തി. പനങ്കയം ജംഗ്ഷൻ യെസ്. അതിലങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചെറിയമ്മേൻ്റെ വീട്ടിൽ പോകാം. അവരും നമ്മുടെ വീട്ടിൽ വരാത്ത നമ്മൾ അങ്ങനെ പോകാറില്ല. കാരണം അവർ 3-4 പിള്ളേരുണ്ട്, അവന്മാർ നമ്മളൊന്നും നോക്കില്ല. ഇത് നമ്മുടെ പാലം കേട്ടോ, പനങ്കയം പാലം. ഈ പാലത്തിലൊക്കെ പ്രളയത്തിന് മുകളിൽ വല്ലായിരുന്നു. ഈ കൈവേരിയൊക്കെ മൂട്ടി നിന്നിട്ട് ഇങ്ങനെ ചപ്പും ചവറുകളൊക്കെ നിന്ന് ഇവിടെ ബ്ലോക്കാക്കി ജനങ്ങളും കടന്നു പോകാൻ കഴിയാത്ത രീതിയിൽ ഇങ്ങനെ പനങ്കയം പാലത്തെ പാസ് ചെയ്തു. അപ്പോഴാണ് അവിടെ ഒരു ഗ്രീസടിക്കൽ ഒരു കാക്കിന് തമിഴല്ല, ഒരു പാലക്കാട് എന്നുള്ള ആൾ അവിടെ ഇട്ടിട്ട് പോയി. അത് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ICC സ്കൂൾ ബസ്സിലെ ഡ്രൈവറാണ് ഗ്രീസ് അടിക്കുന്നത്. അപ്പോൾ നമ്മളങ്ങനെ ഗ്രീസ് അടിക്കാനൊക്കെ ആയിട്ട് വണ്ടി നിർത്തി ഗ്രീസ് അടിച്ചു കൊണ്ടിരിക്കുമ്പോൾ
അപ്പം അങ്ങനെ പോവുകയാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ മക്കളെ പഞ്ചായത്തിൽ ഇത് വലിയൊരു ഇഷ്യമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. അപ്പനും അമ്മയും മരിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ പോക്കൂര് കാര്യങ്ങൾ നടത്തിയിരിക്കും 100 വട്ടം നടന്നാണ് കിടക്കല്. എൻ്റെ അമ്മ 19 മരിച്ചാണ്. ഞാനത് 2026 എനിക്ക് കൂടെ വന്നത്. ഞാനതുകൊണ്ട് അടക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി മണിക്കൂറുകൾ നിന്നു. അവർക്കൊന്നും ഇതിനെക്കുറിച്ച് അറിയില്ല എന്ന് പറയുകയാണ്. കാരണം ഇത് നോട്ടീസ് ബോർഡിൽ നമുക്ക് വില്ലേജിൽ നിന്നൊരു പേപ്പർ സീൽ ചെയ്ത് തരും. അത് നഷ്ടപ്പെട്ടു പോയി. അതൊന്നും തരാം. അപ്പോൾ അവിടെ വന്ന് തിരയാണ്. അതായത് 5-ാം മാസത്തിൽ നമ്മൾ 5-ാം മാസം ഇട്ടതാണ് നോട്ടീസ്. എന്നിട്ടൊന്ന് തിരയപ്പെട്ട് അങ്ങനെ മാസങ്ങളൊക്കെ നടക്കില്ല. അപ്പം അങ്ങനെയൊക്കെ തന്നെ കിട്ടിയില്ല. നമ്മൾ ആശ കക്കറെ നമ്മുടെ 4-ാം വാർഡ് മെമ്പർ അദ്ദേഹത്തെ കൂട്ടി നമ്മൾ വില്ലേജിൽ പഞ്ചായത്തിൽ സെക്രട്ടറി അടുത്തൊക്കെ പോയി. അത് കഴിഞ്ഞപ്പോൾ മക്കളെ ഈ വൈദ്യുതി ഉണ്ടോ, ഇത് 10-25 പോസ്റ്റിൽ ഇങ്ങനെ വൈദ്യുതി കെട്ടിക്കിടക്കാം. ഇതുവരെ ഇതൊന്നും അർത്ഥവത്തില്ലാത്തില്ല. ഭരണം മാറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഓഫാക്കാൻ ചില ആൾക്കാർക്ക് വിമുഖത. ഇതാണ് രാഷ്ട്രീയ മത തീവ്രവാദം എന്ന് പറയുന്നില്ല, രാഷ്ട്രീയ തീവ്രവാദം. അവരുടെ ഭരണമല്ല അവർ ചെയ്യട്ടെ, അങ്ങനൊരു കൺസെപ്റ്റാണെന്ന് തോന്നുന്നു. എനിക്കതിനെക്കുറിച്ച് അറിയില്ല. ഞാൻ എന്ന് നോക്കിയാലും 7:45-8 മണി വരെ അവിടെ അങ്ങനെ കത്തി കിടക്കും. സാധാരണ 6:30-ക്ക് 2 മാസം മുമ്പ്